ബോള് ഞാൻ എടുത്തു തരാം. നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, അസുഖങ്ങൾ വരും. ഇനി ഇത് വെച്ച് കളിക്കണ്ട, വീട്ടിൽ പോയി സോപ്പൊക്കെ ഇട്ട് കളിച്ചാ മതി. ഇല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ വരും. എനിക്കത് മാലിന്യമല്ല മക്കളെ, എന്റെ ചോറാ. അതെ, ചോറന്നെ. ഇത് പെറുക്കി വിറ്റ് കിട്ടണ പൈസ കൊണ്ടാ എന്റെ കുടുംബം കഴിയണത്. ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളി. ഇയാളെ പോലുള്ളവരുള്ളത് കൊണ്ടാ ഇവിടെ ഇങ്ങനെ മാലിന്യം കൂടുന്നത്. അപ്പോ പോലീസുകാരുള്ളത് കൊണ്ടാണോ ഇവിടെ കള്ളന്മാർ പെരുകുന്നത്? എന്ത് മനസ്സിലായില്ല? മനസ്സിലാക്കാനൊന്നുമില്ല. ഞാനല്ല ഇവിടെ മാലിന്യം ഇടുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാനത് പെറുക്കി വിറ്റ് ജീവിക്കുന്നു എന്ന് മാത്രം. ഇനി ഇത് നിങ്ങൾ അധികം പെറുക്കി വിറ്റ് ജീവിക്കില്ല. ഇത് ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടികള് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ നാടിന് ആവശ്യം. ഇതുപോലുള്ള മാലിന്യ കുമ്പാരങ്ങൾ ഇനി ഒരിടത്തും ഇവിടെ കാണാൻ പാടില്ല. അപ്പോ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. പന്നിപ്പനി എന്തല്ല. അതേടാ, ശുചിത്വം വേണം, ശുചിത്വം. അതല്ല അമ്മ ഇത് കൊണ്ടെങ്ങോട്ടാ? അത് മോനെ, ഞാനിതാ മേലെത്തൊടിയിൽ വഴിയിൽ കൊണ്ടിട്ടിട്ട് വരാം. നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായിരിക്കുമല്ലോ. ടീച്ചർ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീടും പരിസരവും കൂടി നമ്മുടെ സമൂഹവും ശുചിയായി സൂക്ഷിക്കണമെന്ന്? ചേക്കാ, നീ വലിയ വലിയ കാര്യമൊന്നും പറയട്ടാ. വേളിനെ കഴിക്കാൻ നോക്കടാ. അവന്റെ ടീച്ചർ ഇപ്രാവശ്യത്തെ ഗാന്ധി ജയന്തിക്ക് പരിസര ശുചിത്വത്തെ പറ്റി നാടകം കളിക്കണമെന്ന്. പിന്നെ നാടകം കളിച്ച സമയം കളയാനായിട്ട് നല്ല മേലെത്തൊടിയിൽ നാട്ടത്തിനൊരു പരിഹാരം ഉണ്ടാകണം. നമുക്ക് നാടകവും കളിക്കാം, പരിഹാരവും കാണാം. ഞാനൊരു രഹസ്യം പറയാം. നമ്മുടെ വീഡിയോ രാമൂന്റെ അമ്മല്ലേ, വീട്ടിലെ എല്ലാ ചോറും ആ മേലെത്തൊടിയിലെ വഴിയിലാ കൊണ്ടുവരുന്നത്. ആണോ? അതാ മാഷ് വരുന്നു. അതിപ്പോ പറ്റും തോന്നില്ല കുട്ടികളെ. നമ്മുടെ ബിജു VP ഇല്ലേ, അവന് ഡെങ്കുപ്പനിയാ, അഡ്മിറ്റ് ചെയ്തിരിക്കുക. അല്പം സീരിയസ് ആണെന്നാ കേട്ടത്. ആണോ?
അതെ, അയ്യോ ബിജുവിന് പനി പിടിച്ചോ? പനി പിടിച്ചു. ഡെങ്കിപ്പനി, കൊതുക് വളർത്തുന്ന പനികൾ, ഉരഞ്ഞു പനി, എലിപ്പനി, പനി. അഴുക്ക് വെള്ളം മാലിന്യമാണ് ഇതിനെല്ലാം കാരണം കുട്ടികളെ. നമ്മുടെ മേലേത്തൊടിയില് രാമുട്ട അമ്മല്ലേ? നിർത്തൂ കുട്ടികളെ. രാമു, ചിലപ്പോഴേ രാമുവിന്റെ അമ്മ അറിവില്ലായ്മ കൊണ്ട് ചെയ്തായിരിക്കും. നമുക്ക് അവരോട് സംസാരിക്കാം. മാഷോ? രാമുവിന്റെ അമ്മ അറിഞ്ഞില്ലേ, നാട് മുഴുവൻ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുക. ആണോ മാഷേ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മുടെ വീട് മാത്രമല്ല, ചുറ്റും ശുചിത്വമായി വെച്ചില്ലെങ്കിൽ. അല്ല, മാഷിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനേ എന്റെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നത്. വൃത്തിപ്പാരെന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ മാഷേ, നിങ്ങൾ എവിടെ പാട് നോക്കി പോയേ? എന്റെ വീട്ടിൽ ആർക്കും ഇങ്ങനത്തെ അസുഖമൊന്നും വരില്ല. അയ്യോ കേട്ടില്ലേ, നമ്മുടെ വീഡിയോ രാമുന് മഞ്ഞപ്പിത്തം. ആണോ? ഹോസ്പിറ്റലാ. കുറച്ചു കൂടിപ്പോയി. എന്നാൽ മാഷോട് പറഞ്ഞു നമുക്ക് അവനൊന്ന് കാണാൻ പോയാലോ? അതാ മാഷി വരുന്നു. നമുക്ക് പോവാ കുട്ടികളെ. രാമു നാളെയോ മറ്റന്നാളായിട്ട് ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ നമുക്കെല്ലാവർക്കും അവരുടെ വീട്ടിൽ പോയി കാണാം. ശരി മാഷേ, ശരി മാഷേ. മോനെ, ഗുളിക കഴിക്കണ്ടേ? രാമു, മരുന്നൊക്കെ കൃത്യമായി കഴിക്കില്ലേ? രാമു, പിന്നെ ഈ മഞ്ഞപ്പിത്തം എങ്ങനെയാ വരുന്നത് രാമുവിനറിയോ? മാലിന്യം കലർന്ന വെള്ളത്തിൽ കൂടി. രാമു പുറത്തുനിന്ന് എവിടുന്ന് ജ്യൂസ് മേടിച്ച് കുടിച്ചിരുന്നു. എന്നോട് ക്ഷമിക്കണം മാഷേ. അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ വീട് മാത്രം വൃത്തിയായി പോരാന്ന് മനസ്സിലായി. നമ്മൾ ശുചിയായിരിക്കണം, വീട് ശുചിയായിരിക്കണം, നാട് ശുചിയായിരിക്കണം. എല്ലാത്തിനും ഉപരി നമ്മുടെ മനസ്സ് നന്നായിരിക്കണം.